വീണ്ടും വാർത്തകൾ തുടരുകയാണ്. അർജുനായിട്ടുള്ള തെരച്ചിൽ 11 നാളും തുടരുകയാണ്. രക്ഷാദൌത്യം അത് പുരോഗമിക്കുന്നു. KV ബൈജു ഷിരൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ബൈജു, രക്ഷാദൌത്യത്തിന്റെ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ടോ? ഈ നാവിക സേനാംഗങ്ങൾ ഡൈവിങ്ങിനുള്ള സാധ്യത അത് പരിഗണിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? കാർഗിൽ യുദ്ധ ദിവസത്തിൽ നമ്മൾ മറ്റൊരു ദൗത്യത്തിലാണ്. അത് അർജുന് വേണ്ടിയുള്ള ദൗത്യമാണ്. അർജുൻ ഇപ്പോഴും ആ കാണാമറയത്ത് തുടരുന്നു. അർജുൻ ആ പുഴയുടെ ആഴങ്ങളിലുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരണം. പക്ഷെ അപ്പോൾ പോലും ലോറിയിലേക്ക് എത്താനോ ലോറിയിൽ ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് അവിടുത്തെ പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, വെല്ലുവിളികൾ നിറഞ്ഞതാണ് അവിടുത്തെ സാഹചര്യം. പ്രത്യേകിച്ചും മഴയുണ്ട്, കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷേ അതിനിടയിലും ഈ ദൗത്യത്തിലേക്ക് നീങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നു രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ, അതിന് നേതൃത്വം നൽകുന്നവർ, നമ്മളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമ്മോടൊപ്പം പങ്കുവെക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഗംഗാവലി നദിയിലെ ആ ജലനിരപ്പ്, അതിലെ അടിയൊഴുക്ക്, അത് വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. 8 നോട്ട് വരെ ഉയരുന്ന തരത്തിലേക്ക് ആ അണ്ടർ വാട്ടർ കറണ്ട് പോകുന്നതിനാൽ 3 നോട്ട് വരെയാണ് പരമാവധി ഡൈവ് ചെയ്യാനുള്ള സാധ്യത. അതൊക്കെയാണ് പ്രശ്നമായി നിൽക്കുന്നത്. KV ബൈജു ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ബൈജു, ഈ ഡൈവിങ്ങിനുള്ള സാധ്യത തേടുന്നുണ്ട് നാവികസേന എന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള നമ്മോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് ഇപ്പോൾ അത് സാധിക്കുമോ? ഈ അടിയൊഴുക്ക് അത് കുറയുന്നുണ്ടോ? എന്താണ് പറയുന്നത് അവിടെ? എൽദോ, എന്തായാലും അനിശ്ചിതത്വം തുടരുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. എൽദോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവലി എത്രത്തോളം ഇത്തരത്തിൽ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് എന്ന് നേർസാക്ഷ്യം അത്തരത്തിൽ ചിത്രീകരിക്കുക കാണാൻ പറ്റുന്ന ഇതുവരെ ഒരു ചാനലും കാണിക്കാത്ത ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഈ ഗംഗാവലി പുഴ അത് കടലിലേക്ക് അതിന്റെ അത്രയും വേഗതയിൽ ഒഴുകി കടലിലേക്ക് പതിക്കുന്ന ആ ഒരു സ്ഥലം, ആ അഴിമുഖത്താണുള്ളത്. വലിയ തോതിലുള്ള ഒഴുക്ക്. ഈ പ്രദേശത്തൊക്കെ ആളുകൾ പറയുന്നത് ഈ വീടുകളിലൊക്കെ വലിയ തോതിൽ അപകട ഭീഷണി ഉണ്ടെന്നാണ്. ഇതിനു മുമ്പൊന്നും ഇത്രത്തോളം ഈ പുഴ ഈ ശക്തിയിൽ വേഗതയിൽ ഒഴുകുന്നത് കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എത്രത്തോളം ശക്തമായ അടിയൊഴുക്കും ആ ഒഴുക്കുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിന്റെ ചിത്രമാണ്. ഇതാണ് ഗംഗാവലി പുഴ. ഇതിന് തൊട്ട് എതിർവശത്താണ് ആ വലിയ മണ്ണിടിച്ചിലുണ്ടായത്. അവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുന്നത്. പ്രധാനമായും ഈ ഒഴുക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അതിന്റെ കടലിലേക്ക് എത്തുന്ന, കടലിലേക്ക് സംഗമിക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് കടലിന്റെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പോൾ തന്നെ ആ അഴിമുഖത്ത് അതിന്റെ ശക്തി കൃത്യമായി കാണാൻ സാധിക്കും. എൽദോ, ആ ദൃശ്യം കടലിലേക്കുള്ള പുഴ കടലിലേക്ക് എത്തുന്ന അതിന്റെ ദൃശ്യമാണ്. ഇതിലേറ്റവും പ്രധാനം നമുക്ക് ഈ വിദഗ്ധർ പറയുന്നത് ഇതിന്റെ വേഗത, അടിയൊഴുക്ക് എന്നത് നമുക്ക് പരമാവധി 2 നോട്ടിക്കാണ് നമുക്ക് പരമാവധി ഇത്തരത്തിൽ ഈ ഒഴുക്കിന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ കഴിയുന്നത്. ഈ കാണുന്ന ഈ പുഴ, ഗംഗാവലി പുഴയുടെ നിലവിലത്തെ ഒഴുക്ക് എന്നത് 7 ആണ്. അതായത് ഇരട്ടിയിലും അധികം ഒരു വേഗതയിലാണ് ഈ പുഴ ഇപ്പോൾ അടിയൊഴുക്ക് എന്നത്. അതിൽ 3 സ്വന്തം റിസ്ക് പ്രകാരം, അതായത് ഏതെങ്കിലും ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നതാണ് 3 എന്ന്. അതും ആ ഉദ്യോഗസ്ഥന്റെ മുങ്ങൽ വിദഗ്ധന്റെ സ്വന്തം റിസ്കിലായിരിക്കണം അത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. ഇത് അതിലും ഇരട്ടി 7, 8 എന്ന ലെവലിലേക്ക് അത്രത്തോളം ഉള്ള വേഗതയിലാണ് ഈ പുഴ ഒഴുകുന്നത്. അതിന്റെ ദൃശ്യം കടലിൽ നോക്കാം. കടലിലും വലിയ തോതിലുള്ള ആ ശക്തി നമുക്ക് ഇവിടുന്ന് കാണാം. ഇത് ഈ പുഴയുടെ ആദ്യത്തെ ഒരു ദൃശ്യം എന്ന് നമുക്ക് പറയാം. ഈ 11ാം നാൾ കിടക്കുമ്പോൾ ഈ ഗംഗാവലി പുഴ എവിടെയാണ് പതിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യമാണ്. ഇതുവരെ ആരും നൽകാത്ത തരത്തിലുള്ള ഒരു ദൃശ്യമാണ്. അതിന്റെ ഈ വീതിയും ഈ പുഴയുടെ ഒരു വലിയൊരു പുഴ തന്നെയാണ് ഇത്. ഏതായാലും ആ ദൃശ്യത്തിൽ തന്നെ നമുക്കത് കാണാൻ. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോടും നമുക്ക് ഈ പുഴയും ഈ പുഴയോരത്ത് താമസിക്കുന്നവരുടെയും ദുരിതങ്ങളും പുഴയുടെ ഇതുവരെ ആ പുഴയുടെ കാര്യങ്ങൾ അവർക്കറിയാം. ഏതായാലും നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അണ്ണാ, ಕನ್ನಡ ಅಣ್ಣ, ಇನ್ನು ಏನಾಯ್ತು ಇಲ್ಲಿ ಮನೆಗೆಲ್ಲ? ಸರ್, ನಿನ್ನೆ ಸುಂಟರ ಗಾಳಿ ಬಂದೆ ಸುಮಾರು ಮನೆ ಹೋಗಿದೆ. ಒಂದು 25-30 ಮನೆ ಹಾನಿ ಆಗಿದೆ. ಹಂಚು ಮತ್ತೆ ತಗಡು ಸೀಟೆಲ್ಲ ಹಾರೋಗಿದೆ.
ಅದಕ್ಕೆ ನಮೀಗ RI ಇವರೆಲ್ಲ ಬರ್ತಿದ್ದಾರೆ, PDO ಬರ್ತಾ ಇದ್ದಾರೆ. ಸ್ಕೂಲ್ ಬಂದ ಇಲ್ಲಿ ಸ್ಕೂಲ್ ನಿನ್ನೆಯಿಂದ ಇವತ್ತು ರೆಡ್ ಅಲರ್ಟ್ ಆಗಿ ಇವತ್ತು ರಜೆ ಮಾಡಿ ಕೊಟ್ಟಿದ್ದಾರೆ. ലോറി ഉണ്ടല്ലോ അത് അർജുനെ കൊത്തുണ്ടാവും നിಮಗೆ ಅರ್ಜುನ ಇದೆ ಬಿದ್ದವನಿಂದ ಗೊತ್ತಿದೆ, ಮಣ್ಣು ಗುಡ್ಡ ಕುಸಿದ ಗೊತ್ತಿದೆ ಸರ್. ಅದು ಇನ್ನೂ ಇದು ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಮಣ್ಣನ್ನ ಎತ್ತುತ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲಿ ಅದು ಇಲ್ಲಿ ಒಂದು ರೋಡ್ ಇಲ್ಲಿ ನದಿಯಿಂದ ಹೋದ್ರೆ ಒಂದು 7 കിലോമീറ്റർ ആಗುತ್ತೆ, റോഡിന്റെ ಹೋದ್ರೆ 20 കിലോമീറ്റർ. അതാണ് അവർ പറയുന്നത്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അർജുന്റെ ആ ലോറി അപകടത്തിൽപ്പെട്ട സ്ഥലമൊക്കെ അറിയാം. ഇവിടെയും നിരവധി വീടുകളിൽ ഇത്തരത്തിൽ ഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടി ആ ദൃശ്യം കാണാം. ആ ഗംഗാവലി പുഴയുടെ എത്രത്തോളം വീതിയാണ് ആ ഗംഗാവലി പുഴയ്ക്കെന്നും അത് കടലിലേക്ക് പതിക്കുന്ന ആ വഴിയും അതൊക്കെ കാണാം. അതായത് ഈ കൊങ്കണിലെ ഏകദേശം എല്ലാ പുഴകളും സംഗമിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് സമീപത്താണ്, ഇത്രയും വലിയൊരു പുഴയിലാണ് ഈ ലോറി അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ഈ പുഴ, ഈ ദൃശ്യം ആദ്യമായി ന്യൂസ് 18 കാണിക്കുന്നത്. എന്തായാലും ഒരുപാട് പേരുണ്ട് ഇവിടെ, അവരെല്ലാം പറയുന്നത് അത് തന്നെയാണ്. നേരത്തെ ഒന്നും കാണാത്ത രീതിയിലുള്ള വലിയ കുത്തൊഴുക്കാണ് ഇവിടെ കാണുന്നതെന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് ഇപ്പോൾ ഈ അർജുന്റെ രക്ഷാ ദൌത്യത്തിനും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്, വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എന്തായാലും ഈ ഇത്രയും 7 നോട്ടിക്കൊക്കെ വേഗതയുള്ള ഈ അടിയൊഴുക്കിൽ മുങ്ങൽ വിദഗ്ധർ നിസ്സയാവസ്ഥയാണ്. അവർക്കൊരിക്കലും അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടുമെന്നാണ് ഇപ്പോൾ രക്ഷാദൌത്യ സംഘം പറയുന്നത്. അതുതന്നെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇനി ഏത് വിധത്തിലായിരിക്കും ഈ ട്രക്ക് ഉയർത്തുക, അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അർജുനെ ഇനി എപ്പോൾ കണ്ടെത്താനാകും? അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം പറയാൻ. ഒരുപക്ഷെ ഈ ദൌത്യം നീളാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. എൽദോ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ശിരൂരിൽ നിന്ന് നമുക്ക് കാണാം അവിടെ ആ അഴിമുഖത്ത് അവിടെ ഗംഗാവലി ആ കടലിലേക്ക് ചേരുന്ന ഭാഗം എത്രമാത്രം കലിതുള്ളിയാണ് ഒഴുകുന്നത് എന്ന്. അത് അത്രയും ദൂരത്തു നിന്ന് വരുന്ന നദിയാണ്. വലിയ തരത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് എന്നുള്ളത് നാട്ടുകാരും പറയുന്നു. നമുക്ക്